പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ടിഫനി സ്ട്രാറ്റൻ്റെ വിവാദം എന്താണ് താരം ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. WWE വുമൻസ് ഡിവിഷനിലെ ഭാവിയിലെ ഒരു ടോപ്പ് ലെവൽ റെസ്ലർമാരിൽ ഒരാളാണെന്ന് നമുക്കിപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന റെസ്ലറിൽ ഒരാളാണ് ടിഫനി സ്ട്രാറ്റൻ. 25 വയസ്സ് മാത്രമാണ് താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. NXTയിൽ വന്ന് പെട്ടെന്ന് തന്നെ മെയിൻ റോസ്റ്ററിലേക്ക് എത്തി. മെയിൻ റോസ്റ്ററിലാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ആരാധകരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയ വുമൻസ് താരങ്ങളിൽ ഒരാളാണ് ടിഫനി സ്ട്രാറ്റൻ. എന്നാൽ ടിഫനി സ്ട്രാറ്റൻ 2 ദിവസം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടതിന് ശേഷം ഇപ്പോൾ ഏറെ വിവാദപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളിലാണ് പെട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ടിഫനി പങ്കുവച്ച സ്റ്റോറി ഇങ്ങനെയാണ്. ടിഫനിയും ജേഡ് കാർഗിലും ഒക്കെ ഭാഗമായിരുന്ന ഒരു ടാഗ് ടീം മത്സരത്തിൽ ടിഫനി ജേഡ് കാർഗിലിനെ ടാഗ് മേടിക്കുന്നതിന് ഇടയിൽ അടിച്ചിടുന്നുണ്ട്. അവ അടിച്ചിടുന്ന സമയത്ത് ടിഫനി ഉപയോഗിച്ച കുറച്ച് വാക്കുകൾ അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്നാൽ ഇത് മാത്രം കട്ട് ചെയ്തുകൊണ്ട് ടിഫനി അതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കി ഇട്ടതാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നമായത്. അതിനുശേഷമാണ് ആരാധകർ ആ വാക്കുകളുടെ ിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും ടിഫനി ഒരു റേസിസ്റ്റ് ആണ് എന്ന് പറയുന്നതെന്ന് ഒരു കാരണമായത്. അതായത് ടിഫനി നിറത്തിൻ്റെ പേരിൽ ജേഡ് കാർഗിലിനെ കളിയാക്കി ടിഫനിക്കുള്ളിലൊരു റേസിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അഭിപ്രായങ്ങൾ വരികയും ആ സ്റ്റോറി തന്നെ വലിയ വിവാദമാകുകയും ചെയ്തപ്പോൾ ടിഫനി ആ ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്തു. എന്നാൽ ടിഫനി ഇപ്പോൾ വന്ന ഈ വിവാദങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമാണ്. എന്നാൽ ടിഫനി വേഴ്സസ് ബിയാങ്ക ബെലേർ തമ്മിലുള്ള ഒരു ക്വീൻ ഓഫ് ദ റിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരം ഈ സ്മാക്ക് ഡൗണിലേക്ക് WWE അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രിവ്യൂ ഭാഗത്തിൽ നിന്ന് മാറ്റി എന്നുള്ളത് കുറച്ച് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയുണ്ടായി. എന്നാൽ പ്രിവ്യൂ ഭാഗത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ടിഫനിക്ക് പനിഷ്മെൻറ്റ് കൊടുക്കണം. ടിഫനി ഇപ്പോൾ ചെയ്തതിന് ആ പനിഷ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഭാവിയിൽ പിന്നെയും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ എന്നുള്ളതും ഒരു കൂട്ടം ആരാധകർ പറയുന്നുണ്ട്. ടിഫനി വേഴ്സസ് ബിയാങ്ക ബെലേർ തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ടിഫനി എന്തായാലും പരാജയപ്പെടും എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ടിഫനിക്കുള്ള പനിഷ്മെൻറ്റും അതായിരിക്കണം എന്നുള്ളതും എല്ലാവരും പറയുന്നുണ്ട്. ഭാവി താരങ്ങളിൽ ഒരാളായി എല്ലാ ആരാധകരും വിലയിരുത്തിയ ടിഫനി സ്വന്തം കുഴി തോണ്ടുകയാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ടിഫനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർ കുറിക്കുന്നുണ്ട്. എന്തായാലും ടിഫനിയെ സംബന്ധിച്ച് ആരാധകരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു റേസിസ്റ്റ് ഭാഗത്ത് ഒരു സപ്പോർട്ട് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ടിഫനി നല്ല ഒരു വർക്ക് ചെയ്യുന്ന ഒരു റെസ്ലർ ആണെങ്കിൽ പോലും നിറത്തിൻ്റെ പേരിൽ മറ്റ് റെസ്ലേഴ്സിനെ കളിയാക്കുന്നതിനോട് ആർക്കും ഒരു താല്പര്യവുമില്ല. എന്തായാലും ടിഫനിക്ക് എന്ത് തരത്തിലുള്ള പനിഷ്മെൻ്റ് ആണ് WWE കൊടുക്കാൻ പോകുന്നത് അത് നമുക്ക് സ്മാക്ക് ഡൗണിൽ തന്നെ കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.